കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ചില പ്രത്യേക വാർത്തകൾ, ചില പ്രത്യേക വ്യക്തികൾ, ചില പ്രത്യേക സംഘടനകൾ, പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ, അവരോടൊക്കെ മാധ്യമങ്ങൾ അതിരു കവിഞ്ഞ ഒരു വിധേയത്വം കാണിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരോട് അതിഭയങ്കരമായ പുച്ഛവും വെറുപ്പും വിദ്വേഷവും ഒക്കെ കാണിക്കുന്നു എന്നും ആക്ഷേപമുണ്ട്. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭ സീറ്റിനെ കുറിച്ച് ഉള്ള വാർത്ത റിപ്പോർട്ട് ചെയ്ത ആ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണ്. എന്താണ് സാറിന് ഇക്കാര്യത്തിൽ തോന്നുന്നത്? അവിടെ സദാനന്ദൻ മാസ്റ്റർ എന്നാണ് ഇപ്പം പ്രശാന്ത് പറഞ്ഞത്. അതെ, എല്ലാവർക്കും അത് പറയണമെന്നില്ലല്ലേ? അങ്ങനെ ഒരു വിവേചനം അവർ സദാനന്ദൻ മാസ്റ്റർ എന്ന് അദ്ദേഹത്തിനെ ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ അറിയിപ്പിൽ, നോട്ടിഫിക്കേഷനിലും സി സദാനന്ദൻ മാസ്റ്റർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അദ്ദേഹം വെറും സി സദാനന്ദനാണ്. ബികോംകാരനാണ്, BEd ഉണ്ട്, ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്നയാളാണ്. സോഷ്യൽ സയൻസ് ആണ് അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അധ്യാപിക, മകളും അധ്യാപന അതേ മാർഗത്തിൽ രംഗത്ത് തന്നെയാണ് ഉള്ളത്. ഈ വടക്കോട്ടൊക്കെ ഉണ്ടല്ലോ, മാസ്റ്റർ അധ്യാപകരെ അങ്ങനെ വിളിക്കും. പക്ഷെ സാർ, അത് MV ഗോവിന്ദന്റെ കാര്യത്തിൽ MV ഗോവിന്ദൻ മാഷാണ്, ഡ്രില്ല് മാസ്റ്ററാണ്, പക്ഷെ മാഷാണ്. ഡ്രില്ലായാലും 10ാം ക്ലാസ് പാസ്സായാൽ മതി, അതിന് ഡിഗ്രിയും BEd ഒന്നും വേണ്ട. അതുപോലെ തുന്നൽ ടീച്ചർ ആകാൻ 10ാം ക്ലാസ്സും തുന്നലും പഠിച്ചാൽ മതി, അവർക്ക് ഡിഗ്രിയും BEd ഒന്നും വേണ്ട. ആ അർത്ഥത്തിൽ തുന്നൽ ടീച്ചറായ PK ശ്രീമതി ടീച്ചറാണ്. അതുപോലെ KK ശൈലജ ടീച്ചറാണ്. എന്നാൽ അതേസമയം സദാനന്ദൻ മാസ്റ്ററുടെ കാര്യത്തിൽ വരുമ്പോൾ അത് വെറും സി സദാനന്ദനാണ്. ഈ ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്? ഈ വടക്കോട്ട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ തുന്നലായാലും ഡ്രില്ലായാലും അവർ സ്കൂളിൽ പഠിപ്പിക്കുന്നവരെ, കുട്ടികളെ 4 അക്ഷരം പഠിപ്പിക്കുന്നവരെയൊക്കെ ഈ മാഷ് എന്നുള്ളൊരു ഉണ്ട്. പിന്നെ അല്ലാതെയും ഉണ്ട്, ഈ സൗഹാർദ്ദത്തിൽ മാഷ എന്നുള്ളൊരു വിളിയുണ്ട്. പിന്നെ ഇപ്പോൾ വടക്കോട്ടുള്ള പല കാര്യങ്ങൾക്ക് ഇപ്പോൾ അവിടെ പറയുന്നത് പീടികയിൽ പോയിട്ട് വരട്ടെ, പീടിക കടയെന്നുള്ള അർത്ഥമാണ്. അതെ, അവിടെ അവർ പിന്നെ ചെറിയൊരു കടയിലാണ് പോകുന്നതെങ്കിലും ഭീമാ ജ്വല്ലറിയിലാണെങ്കിലും അവർ പീടിക എന്നാണ്. നമുക്ക് അവിടെ ലുലു മാൾ, മറ്റിടത്താണ് അത് തട്ടുകട എന്നുള്ള രീതിയിൽ അവർക്കെല്ലാം പീടികയാണ് എന്ന് പറഞ്ഞ പോലെ ഈ മാഷെന്നുള്ള അങ്ങനെ ചേർത്ത് വിളിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു വേർതിരിവാണ്. അത് അവരുടെ ഒരു ഇഷ്ടക്കാർക്ക് അത് ചാർത്തി കൊടുക്കും, അനിഷ്ടം തോന്നുന്നവരോട് പിന്നെ മുഴുവൻ പേരും മാഷെന്ന് വിളിച്ചിരുന്നത് എടുത്തങ്ങ് മാറ്റുകയും ചെയ്യുന്നു. അതായത് സാർ, ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഒട്ടുമുക്കാലും CITU തൊഴിലാളികളാണ് എന്നൊരാക്ഷേപമുണ്ട്. അതിനെ ശരിവെക്കുന്നതല്ലേ ഇത്? വാസ്തവത്തിൽ KUWJ, ഇപ്പോൾ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ്, ഞാനും അതിലൊരു മെമ്പറാണ്. എനിക്ക് പിന്നെ അതിനകത്ത് രാഷ്ട്രീയമില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. യൂണിയൻ പത്രപ്രവർത്തകർ ഒറ്റക്കെട്ടാണ്, യൂണിയൻ പ്രവർത്തനത്തിൽ രാഷ്ട്രീയം കലർത്തണ്ട എന്നാണ്. അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷേ ഈ തൊഴിൽ മേഖലയിൽ ഒറ്റ യൂണിയനേ ഉള്ളൂ, പല യൂണിയനുകളില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് അങ്ങനെ പറയുന്നത് ഞാനും സ്വീകരിക്കുന്നു. എനിക്ക് വലിയ അഭിമാനമുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ ഈ ഒരു വിവേചനം, ഇത് ശരിയാണോ? ഇതിനകത്ത് ഇപ്പം ഈ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാംഗമാക്കിയതാണ്, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തതാണ് പലർക്കും അതൊരു വലിയൊരു പ്രത്യേകിച്ചും CPMന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. കാരണം അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിക്കുന്ന ബലിദാനിയാണ് സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും അവർ വെട്ടിയെറിഞ്ഞതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ദേശാഭിമാനിയിലും കൈരളിയിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഈ സദാനന്ദൻ മാസ്റ്റർ കണ്ണൂർ നടന്ന മുഴുവൻ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഉത്തരവാദി അദ്ദേഹമാണ്, അദ്ദേഹം നേരിട്ട് ചെന്ന് പലരെയും വെട്ടിക്കൊന്നു എന്ന മട്ടിലൊക്കെയാണ് കഥകൾ പ്രചരിക്കുന്നത്. ഈ മനുഷ്യൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തയാളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം അടുത്തു നിന്നറിയുന്ന അല്ലെങ്കിൽ അകലെ നിന്നറിയുന്നവർക്ക് പോലും അറിയാം. എന്നിട്ടും CPM ഈ കാര്യത്തിൽ ആടിനെ പട്ടിയാക്കുന്ന പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷെ എൻ്റെ ചോദ്യം, ഈ മാധ്യമങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണ്? ഇനിയിപ്പോൾ ഇവർക്ക് ഒന്നുകൂടെ ചൊടിപ്പിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? ആ. അദ്ദേഹം രാജ്യസഭയിൽ ചെന്ന് കഴിഞ്ഞ് രാജ്യസഭ സ്പീക്കർ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ശ്രീ സദാനന്ദൻ മാസ്റ്റർ എന്ന് വിളിക്കുമ്പം അത് അവർക്ക് ഒന്നുകൂടെ പലർക്കും കയറിക്കൊള്ളൂ എന്നുള്ളതാണ്. അതെ. ഇവിടെ മാസ്റ്ററായോ എന്നുള്ള രീതിയിൽ ഈ ചിലർക്ക് അവരുടെ പേരിനോടൊപ്പം അതങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്തു. അല്ല, ഇതങ്ങനെയാണ്. അദ്ദേഹത്തിന് എല്ലാവരും അറിയപ്പെടുന്നത്, എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത്, അദ്ദേഹം ലോകം മുഴുവനും അറിയപ്പെടുന്നത് സദാനന്ദൻ മാസ്റ്റർ എന്നുള്ള പേരില്ല. ഇപ്പൊ നമ്മൾ എം എൻ വിജയൻ നമ്മൾ പറയത്തില്ല, വിജയൻ മാഷ് എന്നേ പറയാറ്. വിജയൻ മാഷ് എന്ന് പറഞ്ഞാൽ അതെ, കേരളത്തിലുള്ള എം എൻ വിജയനാണ്. ഇതെല്ലാവർക്കും അറിയാം. ഒരേ ഒരു വിജയൻ മാഷേ ഉള്ളൂ, അത് എം എൻ വിജയൻ. നമ്മള് ഇപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇവിടെ ഈ ചർച്ചയിൽ പോലും എന്നാലും നമ്മൾ വിജയൻ മാഷ് എന്നേ എം എൻ വിജയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ബഹുമാനക്കുറവ് നമ്മൾ കാണിച്ചതുപോലെ തോന്നിപ്പോകും. അപ്പൊ അത്രയും ശ്രീ എം എൻ വിജയൻ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രീ ചേർക്കാറില്ല. പക്ഷെ എല്ലാവരും അദ്ദേഹത്തെ വിജയൻ മാഷ് എന്നാണ് പറയാറുള്ളത്. അത് നമ്മള് പാഠം മാസികയുടെ സുധീഷ് മാഷ് എന്നാണ് നമ്മൾ പറയാറ്. ഈ വിജയൻ മാഷിനെ അങ്ങനെ, കാരണം എതിരാളികൾ പോലും അങ്ങനെ അദ്ദേഹത്തെ ബഹുമാനിക്കും. അതെ അതെ. പിന്നെ ബഹുമാന കുറവ് കാണിച്ചത് പിണറായി വിജയനാണ്. മരിച്ചു കഴിഞ്ഞ സമയത്തും എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ പാർട്ടിക്ക് വേണ്ടി എന്തോരം വായിട്ടലച്ച മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവർക്കെടുത്ത് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചിന്ത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതൊക്കെ വേണ്ട തരത്തിൽ ഉപയോഗിക്കണമായിരുന്നു. ഇപ്പം PMS ഗോവിന്ദപിള്ള ഇങ്ങനൊരു നിരയാണ്. ആ നിരയിൽ നിൽക്കാൻ എന്തുകൊണ്ടും ശ്രേഷ്ഠനായ വ്യക്തിയാണ്. ഇപ്പൊ ശൂന്യമല്ലേ? അതെ. അവരുടെ അവരെ പോലുള്ളവർ ഇല്ലാത്തതിന്റെ കുറവ് പാർട്ടി അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇവർക്ക് അസഹിഷ്ണുത വെച്ച് പുലർത്തേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത്. ഇത് ഇവരുടെ അസഹിഷ്ണുത. ഞാൻ ചോദിക്കുന്നത്, CPM-കാര് അസഹിഷ്ണുത പുലർത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അസഹിഷ്ണുത അവരുടെ കൂടപ്പിറപ്പാണ്. പക്ഷെ ഈ മാധ്യമ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം അത് മിക്കവാറും ഓരോ ഇടങ്ങളിലുള്ള പ്രാദേശിക പത്രലേഖകന്മാരായിരിക്കും. അല്ല, മാധ്യമ പ്രവർത്തകർ തന്നെ ആയിരിക്കും. അല്ല, ഈ ചാനലുകളിലൊക്കെ വരുന്നതെല്ലാം മുഖ്യധാര മാധ്യമ പ്രവർത്തകരാണ്. അവര് പോലും ഈ വളരെ ബോധപൂർവം ഈ മാസ്റ്റർ അതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ C സദാനന്ദൻ RSSന്റെയും BJP-യുടെയും ഒരു സാധാരണ പ്രവർത്തകൻ, വേണമെങ്കിൽ ഒരു ക്രിമിനൽ, ഒരു ഗുണ്ട എന്നൊക്കെ വേണമെങ്കിൽ അടച്ചാക്ഷേപിക്കുക. ആ രീതിയിൽ ഒരു അജണ്ട വെച്ചു. അത് ഈ റിപ്പോർട്ടർ ചാനലിലാണെന്ന് തോന്നുന്നു മെയിനായിട്ട് അത് അങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടല്ല. മിക്കവാറും എല്ലാ ചാനലുകളും, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ എല്ലാ ചാനലുകളും C സദാനന്ദൻ മാസ്റ്റർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ നോട്ടിഫിക്കേഷനിൽ ഉണ്ടെങ്കിൽ പോലും അവരതങ്ങ് വെട്ടിക്കളഞ്ഞു. അതേസമയം PK ശ്രീമതി ടീച്ചറെന്നും ശൈലജ ടീച്ചറെന്നും ഗോവിന്ദൻ മാഷെന്നും ഒന്നും പറയാൻ, MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയാൻ അവർക്ക് ഒരു മടിയുമില്ല. ഇയാൾ എന്തിൻ്റെ മാസ്റ്റർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഇത് പലർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹം ഡ്രിൽ മാഷാണെന്നുള്ള കാര്യം പല മാധ്യമ പ്രവർത്തകർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും അവർക്ക് അത് ശൈലജയ്ക്ക് ടീച്ചർ സ്ഥാനം കൊടുത്തു. പിന്നെ നമ്മുടെ വീണ ജോർജയ്ക്കും കൂടെ മറ്റേ ടീച്ചർ അമ്മയാണ്. ഇത് വേണേ കുഞ്ഞമ്മ വേണേ ആക്കാം. വീണ ജോർജ് ടീച്ചറും കടന്ന് ടീച്ചർ അമ്മയായി, ഇത് കുഞ്ഞമ്മയും. അങ്ങനെ മാറി മാറി ഓരോരുത്തർക്കും ഓരോ വിശേഷണങ്ങൾ ഇവർ തന്നെ കൊടുത്തു വളർത്തുകയാണ് ചെയ്യുന്നത്. അത് നമുക്കറിയാവുന്നതാണ് CPM-ന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ നിഷ്പക്ഷരാണ് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവും ഒരർത്ഥവുമില്ല. അവർ ഓരോരുത്തരോടും ചിലരോടൊക്കെ വിധേയത്വം പുലർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒന്നാണ്. നട്ടലില്ലാത്ത സദാനന്ദൻ മാസ്റ്റർ എന്നുള്ളത് വെറുതെ കൊടുത്ത ഒരു ഇതല്ല. അത് അദ്ദേഹം ഔദ്യോഗിക 30 വർഷം അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ച ഒരാളാണ്. ഒരു അധ്യാപക സംഘടനയുടെ തലപ്പത്തിരുന്നയാളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വടക്കോട്ടുള്ളവർക്ക് മാസ്റ്റർ എന്നുള്ളത് ചേർത്ത് കൊടുക്കുന്നതാണ്, പഠിപ്പിക്കുന്നവർക്ക് പ്രത്യേകിച്ച്. അത് അവിടുന്ന് മാറ്റേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ പാർലമെന്റിൽ മുഴങ്ങി കേൾക്കാൻ പോകുന്നത് സദാനന്ദൻ മാസ്റ്റർ. അപ്പോൾ റഹീമും ബ്രിട്ടാസും അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതായിരിക്കും നമുക്ക് കാണേണ്ടി വരിക.